$1,00,000 വലിച്ചെറിഞ്ഞ മനുഷ്യൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ ഒരു ലോട്ടറി ടിക്കറ്റുണ്ട്. ഇത് 100 കോടി രൂപയുടേതല്ല, മറിച്ച് ലക്ഷക്കണക്കിന് കോടികൾ വിലമതിക്കുന്ന ഒന്നാണ്. നമ്മുടെ എല്ലാം ഡിജിറ്റൽ ഭാവി നിങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് കരുതുക. ചുരുക്കത്തിൽ ഈ ലോകത്തിന്റെ പേറ്റന്റ് നിങ്ങളുടെ പേരിലാണ്. ഭൂരിഭാഗം ആളുകളും എന്തു ചെയ്യും? അത് വിറ്റു പണമാക്കും. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികനായി അവർ മാറും. എന്നാൽ 1993 ഒരാൾ ആ ടിക്കറ്റിലേക്ക് നോക്കി, എന്നിട്ട് അത് വലിച്ച് കീറിക്കളഞ്ഞു. നമസ്കാരം, കണ്ണാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ സ്റ്റോറി എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നുള്ളത് ഒരു കമന്റ് ഇടാമോ? ഇത് സർ ടിം ബേണേഴ്സ്-ലീയുടെ കഥയാണ്. ഒരു കമ്പ്യൂട്ടറിൽ ഒട്ടിച്ചുവെച്ച ഒരു ചെറിയ കുറിപ്പിലൂടെ ലോകത്തെ വിറപ്പിച്ച മനുഷ്യന്റെ കഥ. സോൾഡറിംഗ് അയൺ കയ്യിലേന്തിയ ബാലൻ. കൗതുകം ടിമ്മിനെ തേടി വന്നതല്ല, അത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. 1955 ലണ്ടനിൽ ജനിച്ച ടിമ്മിന് ഉറങ്ങാൻ നേരം കേട്ടിരുന്നത് രാജാക്കന്മാരുടെ കഥകളായിരുന്നില്ല, മറിച്ച് ലോജിക്കുകളായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ നിർമ്മിച്ച ദമ്പതികളുടെ മകനായിരുന്നു അദ്ദേഹം. മറ്റു കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചപ്പോൾ ടിം അവയുടെ ഉള്ളിലെ പാർട്സുകൾ അഴിച്ചു പഠിക്കുകയായിരുന്നു. ഓക്സ്ഫോർഡിലെ ഹോസ്റ്റൽ മുറിയിലിരുന്ന് ഒരു സോൾഡറിംഗ് അയണും പ്രോസസ്സറും പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പഴയ ടെലിവിഷനും ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി. അദ്ദേഹം ഭാവിയെ കാത്തിരിക്കുകയായിരുന്നില്ല, തന്റെ മുറിയിലിരുന്ന് അതിനെ നിർമ്മിക്കുകയായിരുന്നു. വർഷം 1980. ടിം ജനീവയിലെ സേൺ ലാബിലെത്തുന്നു. അവിടെ അദ്ദേഹത്തെ ആകർഷിച്ചത് ഫിസിക്സ് ആയിരുന്നില്ല, മറിച്ച് അവിടുത്തെ അവ്യവസ്ഥകൾ അഥവാ കെയോസ് ആയിരുന്നു. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരവിടെയുണ്ട്, പക്ഷെ അവരുടെ കമ്പ്യൂട്ടറുകൾക്ക് പരസ്പരം മിണ്ടാൻ കഴിയില്ല. വിവരങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നു. ഇതിനൊരു പരിഹാരമായി 1989 അദ്ദേഹം ഒരു നിർദ്ദേശം സമർപ്പിച്ചു. അദ്ദേഹം അത് തന്റെ ബോസായ മൈക്ക് സെൻഡലിന് കൈമാറി. യഥാർത്ഥത്തിൽ ചരിത്രം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. സെൻഡലിന് വേണമെങ്കിൽ അത് ചവട്ടുകുട്ടയിൽ ഇടാമായിരുന്നു. എന്നാൽ അദ്ദേഹം ആ ഫയലിനു മുകളിൽ ലോകത്തെ രക്ഷിച്ച ആ 3 വാക്കുകൾ കുറിച്ചു: വേഗ് ബട്ട് എക്സൈറ്റിംഗ്. ഇതൊരു കെട്ടുകഥയല്ല. സ്വിറ്റ്സർലാൻഡിലെ ആർക്കൈവുകളിൽ പോയാൽ മൈക്ക് സെൻഡൽ അന്ന് പേന കൊണ്ട് കുറിച്ച ആ ഒറിജിനൽ പേപ്പർ ഇന്നും നിങ്ങൾക്ക് കാണാം. കാലപ്പഴക്കം കൊണ്ട് മഷി മങ്ങിയിട്ടുണ്ടാകാം, എങ്കിലും ആ വാക്കുകൾ വ്യക്തമാണ്. ആ ഒരു പേപ്പറാണ് ആധുനിക ലോകത്തിന്റെ ജനന സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ മെഷീൻ. 1990 ഒക്ടോബറോടെ ടിം അതിനുള്ള കോഡ് എഴുതി തീർത്തു. HTML, HTTP, URI, ഇന്റർനെറ്റിന്റെ ത്രിമൂർത്തികൾ. അദ്ദേഹം അതെല്ലാം ഒരു കറുത്ത നെക്സ്റ്റ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തു. ടെക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വസ്തുവിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ഈ ഒരു ഒറ്റ കമ്പ്യൂട്ടർ ആയിരുന്നു അന്ന് ലോകത്തുണ്ടായിരുന്ന ഏക വെബ് സെർവർ. മുഴുവൻ വേൾഡ് വൈഡ് വെബും ജീവിച്ചിരുന്നത് ഈ ഒരു പെട്ടിയിലായിരുന്നു. അത് എത്രത്തോളം ദുർബലമായിരുന്നു എന്നാൽ ടിം ഒരു പേപ്പറിൽ ഒരു മുന്നറിയിപ്പ് എഴുതി അതിൽ ഒട്ടിച്ചുവെച്ചു: ഡു നോട്ട് പവർ ഡൗൺ. ഇതൊരു സെർവറാണ്, ഇത് ഓഫ് ചെയ്യരുത്. ജനീവയിലെ മ്യൂസിയത്തിൽ ഇന്നും ആ കമ്പ്യൂട്ടർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് ചുവന്ന മഷിയിൽ ടിം അന്ന് എഴുതി ഒട്ടിച്ച ആ വെള്ള സ്റ്റിക്കർ ഇന്നും അവിടെ തന്നെയുണ്ട്. അന്ന് ഓഫീസ് വൃത്തിയാക്കുന്ന ആരെങ്കിലും അറിയാതെ ആ പ്ലഗ് ഊരിയിരുന്നെങ്കിൽ ഇന്നത്തെ ഇന്റർനെറ്റ് എന്നേക്കുമായി ഇല്ലാതായേനെ. $1,00,000 തീരുമാനം. 1993 ആയപ്പോഴേക്കും വെബ് ഹിറ്റായി. എതിരാളികൾ രംഗത്ത് വന്നു. അവർ പണം ഈടാക്കാൻ തുടങ്ങി. ടിം ഒരു വലിയ തീരുമാനത്തിന് മുന്നിൽ നിന്നു. അദ്ദേഹത്തിന് വെബിന് പേറ്റന്റ് എടുക്കാമായിരുന്നു. ഓരോ ക്ലിക്കിനും പണം ഈടാക്കാമായിരുന്നു. ബിൽ ഗേറ്റ്സിനേക്കാൾ വലിയ ധനികനായി അദ്ദേഹം മാറാം. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. സാമ്പത്തിക വിദഗ്ധരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ടിം ബേണേഴ്സ്-ലീ ആ കോഡ് സൗജന്യമായി ലോകത്തിന് നൽകാൻ സേണിനെ പ്രേരിപ്പിച്ചു. റോയൽറ്റിയോ പേറ്റന്റോ ഉടമസ്ഥാവകാശമോ ഇല്ലാതെ അദ്ദേഹം അത് നമുക്ക് തന്നു. ഇതിനും വ്യക്തമായ തെളിവുണ്ട്. 1993 ഏപ്രിൽ 30 സേൺ പുറത്തിറക്കിയ ഒഫീഷ്യൽ രേഖ ഇന്നും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഈ സാങ്കേതിക വിദ്യയുടെ ഉടമസ്ഥാവകാശം ഞങ്ങൾ ഉപേക്ഷിക്കുന്നുവെന്ന് അതിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു. ആ ഒരൊറ്റ രേഖ കാരണമാണ് ഇന്ന് ഗൂഗിളിലോ ഫേസ്ബുക്കിലോ കയറാൻ നമ്മൾ വരിസംഖ്യ അടക്കേണ്ടി വരാത്തത്. അദ്ദേഹം നിർത്തിയിട്ടില്ല. സർ ടിം ഇപ്പോഴും ഏതെങ്കിലും ദ്വീപിൽ വിശ്രമിക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് തെറ്റാണ്. ഇന്നും ആ മനുഷ്യൻ അസ്വസ്ഥനാണ്. താൻ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിച്ച വെബിലെ വിവരങ്ങൾ വൻകിടക്കാർ ചോർത്തുന്നത് അദ്ദേഹം കാണുന്നു. നമ്മൾ വെറും ഉൽപ്പന്നങ്ങളായി മാറുന്നത് അദ്ദേഹം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്റെ 70-ാം വയസ്സിലും അദ്ദേഹം വീണ്ടും പോരാട്ടത്തിലാണ്.
സോളിഡ് എന്ന പുതിയ പ്രോജക്റ്റിലൂടെ വെബിനെ വൻകിടക്കാരുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് വിവരങ്ങളുടെ അവകാശം സാധാരണക്കാർക്ക് തിരികെ നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നു. നമ്മൾ നേടുന്നതിലല്ല, മറിച്ച് നമ്മൾ പങ്കുവയ്ക്കുന്നതിലാണ് യഥാർത്ഥ ശക്തിയെന്ന് ടിം ബേണേഴ്സ്-ലീ തെളിയിക്കുന്നു. അദ്ദേഹം ഒരു പുതിയ ലോകത്തിലേക്കുള്ള വാതിൽ തുറന്നു, അത് അൺലോക്ക് ചെയ്തു, എന്നിട്ട് ആർക്കും നമ്മളെ പുറത്താക്കാൻ കഴിയാത്ത വിധം അതിൻ്റെ താക്കോൽ വലിച്ചെറിഞ്ഞു.